നമസ്കാരം സുഹൃത്തുക്കളെ. ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ചാനലിനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം. മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും ഈ വ്യക്തി പ്രപഞ്ച ശക്തിയിൽ സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വായനയിൽ സുഹൃത്തുക്കളെ, നമുക്ക് ഏറ്റവും കൂടുതൽ കാണുവാൻ സാധിക്കുന്നത് ഈ വ്യക്തി മാനസികമായും ശാരീരികമായും ഈ വ്യക്തിയെ തളർത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളോ വ്യക്തികളോ പ്രശ്നങ്ങളോ എന്തൊക്കെയാണ്, അവയിൽ നിന്നുമെല്ലാം തന്നെ മോചിക്കപ്പെട്ടുകൊണ്ട് പുറത്തേക്ക് വരുവാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും കാലം ഒരുപാട് വേദനകളും യാതനകളും ബുദ്ധിമുട്ടുകളും എല്ലാം തന്നെ അനുഭവിച്ച് മുന്നോട്ട് ജീവിച്ചു വന്നു. ഇനി തനിക്ക് അതിനാവില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്കും ചിന്തയിലേക്കുമാണ് ഈ വ്യക്തി ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എല്ലാം പഴയതുപോലെ വീണ്ടെടുക്കുവാൻ വേണ്ടി പലതരത്തിലുള്ള പ്രയത്നങ്ങളും ഈ വ്യക്തി പ്രയത്നിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഒരുപക്ഷെ സക്സസ് ആയിട്ടില്ലായിരിക്കാം, വിജയത്തിലേക്ക് എത്തിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ലായിരിക്കാം. എന്ത് തന്നെ ആയാലും ഈ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോൾ വന്നു ചേരുന്ന ഒരു പിടി നല്ല ഓർമ്മകൾ എന്ന് പറയുന്നത് നിങ്ങളായിട്ട് കണക്ട് ചെയ്യുന്ന ഓർമ്മകൾ മാത്രമാണ്. നിങ്ങളുമായിട്ടുള്ള ഒരുപാട് മനോഹരമായിട്ടുള്ള നിമിഷങ്ങളെ കുറിച്ച് ഓർത്തുകൊണ്ട് തന്നെയാണ് ഈ വ്യക്തി ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളെക്കുറിച്ചുള്ള മധുരമായിട്ടുള്ള ഓർമ്മകൾ തന്നെയാണ് ഈ വ്യക്തിക്ക് മുന്നോട്ട് പോകാനുള്ള ഊർജവും ഇന്ധനവും. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മറ്റെല്ലാ തരത്തിലുമുള്ള പോസിറ്റീവ് എനർജി ഉണ്ടാക്കിയെടുക്കണമെന്ന് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ട്. പക്ഷേ എങ്കിലും ഒരുപാട് പ്രശ്നങ്ങൾ ഈ വ്യക്തിയെ എന്നിട്ടും വേട്ടയാടിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ് മറ്റൊരു സത്യം. ഇവിടെ പൂർവികരിൽ നിന്നും പലതരത്തിലുള്ള സന്ദേശങ്ങൾ ഈ വ്യക്തിയിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. പാരമ്പര്യമായിട്ട് ഈ വ്യക്തി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചില ശാപങ്ങളിൽ നിന്നും ഈ വ്യക്തി മോചിക്കപ്പെടുന്നതായും നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. പാരമ്പര്യപരമായും ഈ വ്യക്തി ജന്മനാ മുതൽ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത്. ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണുവാൻ കഴിയുന്നത് ഇതിലേക്ക് നീതി ലഭിക്കണമെന്ന് ഈ പേഴ്സൺ ആദ്യമൊന്നും ആഗ്രഹിച്ചിരുന്നില്ല. തൻ്റെ ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചത് കൊണ്ട് തന്നെ ഇതും ഒരുപക്ഷെ നഷ്ടപ്പെട്ടു പോയേക്കാം എന്നുള്ള പേടിയോടെയാണ് ഈ വ്യക്തി നിങ്ങളുമായി ഒരു പ്രണയബന്ധത്തിലേക്ക് വന്നു ചേർന്നിട്ടുള്ളത്. ഈ ഒരു പ്രണയബന്ധത്തിൽ നിങ്ങൾ കുറച്ചു കാലം കഴിയുമ്പോൾ, അതായത് കുറച്ച് ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങൾക്ക് ശേഷമോ നിങ്ങൾ ഈ വ്യക്തിയെ ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾ വേറൊരു ഇതിലേക്ക് പോകും, വേറെ പ്രണയബന്ധത്തിലേക്കോ ജീവിതത്തിലേക്കോ പോകും എന്നാണ് ഈ പേഴ്സൺ വിചാരിച്ചിരുന്നത്. എന്നാൽ ഈ വ്യക്തിക്ക് തെറ്റിയിരിക്കുന്നു. കാരണം ഈ വ്യക്തി ഒരിക്കലും വിചാരിക്കാത്ത തരത്തിലുള്ള ഒരു സ്നേഹപ്രകടനവും അതുപോലെ തന്നെ കമ്മിറ്റ്മെന്റുമാണ് നിങ്ങൾ ഈ വ്യക്തിക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിലെ ഈ ഒരു പവിത്രതയും സമ്പൂർണമായിട്ടുള്ള വളരെ നല്ല രീതിയിലുള്ള മനസ്സിനെയും ഈ വ്യക്തി നല്ല രീതിയിൽ തന്നെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതിശയത്തോടെ തന്നെയാണ് നോക്കിക്കാണുന്നതും. നിങ്ങളെക്കുറിച്ച് മറ്റു പലവരോടും ഈ വ്യക്തി വളരെ സന്തോഷത്തോടെ ചർച്ച ചെയ്യുന്നതും സംസാരിക്കുന്നതും ഒക്കെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് സ്നേഹത്തിന്റെ പാനപാത്രം കയ്യിലേന്തിക്കൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് സാവധാനം വന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം മറ്റെല്ലാ തരത്തിലുമുള്ള പോസിറ്റീവ് ഊർജത്തിലേക്ക് വന്നെത്തുവാൻ തന്നെയാണ് ഈ വ്യക്തി ലക്ഷ്യമിട്ടിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഇനി എന്തൊക്കെ പ്രതിസന്ധികൾ വന്നു ചേർന്നാലും ഈ വ്യക്തി അതിനെല്ലാം വിജയിപ്പിച്ചെടുക്കുക തന്നെ ചെയ്യും. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മാറ്റങ്ങൾ ഈ വ്യക്തിക്ക് കൊണ്ടുവരാനാകും. പക്ഷേ ആ മാറ്റങ്ങളിലേക്ക് ഈ വ്യക്തി വരണമെങ്കിൽ ഉറപ്പായും നിങ്ങളുടെ സാന്നിധ്യവും സ്നേഹവും കൂടിയേ തീരൂ. ഇവിടെ നമുക്ക് ഏറ്റവും വിശിഷ്ടമായി കാണുവാൻ കഴിയുന്നത് ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോൾ ഈ വ്യക്തി മനസ്സിനും ശരീരത്തിനുമുള്ള എല്ലാ വിധത്തിലുമുള്ള
സമാധാനം വീണ്ടെടുക്കുവാൻ വേണ്ടി മറ്റ് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും വിട്ടുമാറി നിൽക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. അതായത് മറ്റുള്ളവരുടെ സാന്നിധ്യമായിരിക്കാം, മറ്റുള്ളവരുടെ ഉത്തരവാദിത്തങ്ങൾ ഈ വ്യക്തിയുടെ തലയിൽ കെട്ടിവെക്കുന്നതായിരിക്കാം, മറ്റുള്ളവരെയും കൂടി നോക്കേണ്ട അവസ്ഥയും ഈ വ്യക്തിക്ക് ഉണ്ടാകാം, മറ്റുള്ളവർക്ക് വേണ്ടി അധ്വാനിക്കുക, കൂട്ടുകാരും ബന്ധുമിത്രാദികളും പറയുന്നത് കേട്ട് അനുസരിച്ച് മുന്നോട്ട് ജീവിക്കുക, സ്വന്തമായി അഭിപ്രായ സ്വാതന്ത്ര്യം പോലും ഇല്ലാതെ മറ്റുള്ളവർക്ക് മുന്നിൽ അടിമയെ പോലെ ജീവിച്ചുകൊണ്ട് തന്റെ ജീവിതം തീർക്കുക എന്നുള്ള മനോഭാവമൊക്കെയും ഈ വ്യക്തി മാറ്റിവെച്ചിരിക്കുന്നു. നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണുവാൻ കഴിയുന്നത് അത്തരം ഭാരങ്ങളെല്ലാം തന്നെ മനസ്സിൽ നിന്നും മറ്റെല്ലാ ചിന്തകളിൽ നിന്നും ഈ വ്യക്തി ഇറക്കി വെച്ചുകൊണ്ട് സധൈര്യം മുന്നോട്ട് പോകാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയുടെ മനസ്സിനും ഹൃദയത്തിനും ശരീരത്തിനും ചിന്തകൾക്കും ഒരേ ഒരു വ്യക്തിയുടെ സാന്നിധ്യം മാത്രം മതിയെന്ന് ഈ വ്യക്തി തീരുമാനത്തിലേക്ക് വരുന്നു. അതായത് നിങ്ങളുടെ സാന്നിധ്യം മാത്രം മതി എന്നുള്ളൊരു ചിന്തയിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയെ യാതൊരു കാരണവശാലും നമുക്ക് കുറ്റം പറയുവാൻ കഴിയുകയില്ല. അത്രമേൽ പ്രാധാന്യമാണ് ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ളത്. പക്ഷേ ഒരു അതീന്ദ്രിയ ശക്തിയുണ്ടെന്ന് ഈ വ്യക്തി എവിടേക്കോ വിശ്വസിക്കുന്നു. ആദ്യമൊക്കെ സ്വന്തമായി പഴിചാരിക്കൊണ്ടും ഇത് തന്റെ തെറ്റാണെന്നും തന്റെ വിധിയാണെന്നും ഉള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വളരെ മടുപ്പോട് കൂടി പോയിക്കൊണ്ടിരുന്ന ഒരു ക്യാരക്ടർ ആയിരുന്നു ഈ വ്യക്തിയുടേത്. എന്നാൽ അവയിൽ നിന്നുമൊക്കെ മാറി വളരെയധികം വ്യത്യാസങ്ങൾ കൊണ്ടുവരാനും പ്രതീക്ഷയുടെ ഒരു ചെറിയ വെളിച്ചത്തിലേക്ക് വന്നു ചേരുവാനും ഒരു അദൃശ്യ ശക്തി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് വരാനും ഉള്ള ഒരു മനസ്സാണ് ഈ വ്യക്തി ഇപ്പോൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഈ വ്യക്തി ഒരു പക്ഷേ ഇത്രയും കാലം ദൈവത്തിലോ മറ്റു പ്രപഞ്ച ശക്തിയിലോ അദൃശ്യ ശക്തിയിലോ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ അതിലേക്കൊക്കെ ഒരു ചെറിയ രീതിയിലുള്ള വിശ്വാസമൊക്കെ ഈ വ്യക്തിക്ക് വന്നു ചേർന്നിട്ടുണ്ട്. കാരണം അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലും ചിന്തകളിൽ നിന്നും ഇറക്കി വെച്ചപ്പോൾ തന്നെ ഈ വ്യക്തിക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു. അത് മാത്രമല്ല നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് അതിശക്തമായിട്ടുള്ള രീതിയിലുള്ള ഒരു സന്യാസ ജീവിതവും ഈ വ്യക്തി കുറച്ചു കാലഘട്ടത്തേക്ക് തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതായത് അത് സ്വസ്ഥമായിട്ടും തന്റെ ജന്മലക്ഷ്യം എന്താണെന്നും താൻ എന്തിനാണ് ജീവിക്കുന്നതെന്നും തനിക്ക് എന്തുകൊണ്ടാണ് ഇത്തരം നിരന്തരമായ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നതെന്നും ഒക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കണം ഈ വ്യക്തി കൗൺസിലിങ്ങിനോ അതോ നല്ല രീതിയിൽ തന്നെ സമാധാനവും സ്വസ്ഥതയും കിട്ടുന്ന ഒരു ദീർഘയാത്ര, അതൊരു പക്ഷേ അമ്പലങ്ങളിലായിരിക്കാം, ക്ഷേത്ര ദർശനം, പള്ളിയിൽ സന്ദർശിക്കുന്നതുമായിരിക്കാം. അത്തരം കാര്യങ്ങളിലേക്കൊക്കെയും ഈ വ്യക്തി ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ആത്മീയ തലത്തിൽ നല്ല രീതിയിലുള്ള ഉയർച്ച ഉണ്ടാക്കിയെടുക്കുവാൻ ഈ വ്യക്തി ശ്രമിച്ചിട്ടുണ്ട്. അതിലൂടെ ഈ വ്യക്തിക്ക് താൻ ചെയ്തു പോയിട്ടുള്ള തെറ്റുകളും അതുപോലെ തന്നെ നിങ്ങളോട് പെരുമാറിയിട്ടുള്ള രീതികളും ഈ വ്യക്തിയുടെ ജീവിതവുമായി ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെന്നും തന്റെ ജീവിതത്തിൽ നിരന്തരമായി ചെയ്യുന്ന അബദ്ധങ്ങളും തെറ്റുകളും എന്തൊക്കെയാണെന്നും ഉള്ള ഒരു തിരിച്ചറിവും കൂടി ഈ വ്യക്തിക്ക് ലഭിച്ചു എന്നുള്ളത് മറ്റൊരു സത്യമാണ്. അതുകൊണ്ട് തന്നെ തന്റെ ജീവിതം നീതിയാകുമെന്നും നീതി ലഭിക്കുമെന്നും ഈ പ്രണയബന്ധത്തിന് തീർപ്പാക്കുവാൻ സാധിക്കുന്ന വിധത്തിലുള്ള നല്ലൊരു ഭാവി തന്നെ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും എന്നുള്ള ഒരു തിരിച്ചറിവിലേക്കും ആത്മവിശ്വാസത്തിലേക്കുമാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഈ വ്യക്തിക്ക് ഒരിക്കലും നിങ്ങളെ തള്ളിപ്പറയുവാൻ ആവുകയില്ല. കാരണം നിങ്ങൾ കാരണം ഈ വ്യക്തിക്ക് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അത് മാനസികപരമായിട്ടും ചിന്തകളിലൂടെയാണെങ്കിലും സാമ്പത്തികമായിട്ടും മറ്റേത് രീതിയിലാണെങ്കിലും ഈ വ്യക്തിക്ക് അത്രയും അധികം അനുഗ്രഹങ്ങളാണ് ഈ പ്രണയബന്ധത്തിൽ നിന്നും നിങ്ങളുടെ സാന്നിധ്യത്തിൽ നിന്നും ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങളെ ഒരു കാരണവശാലും നെഗറ്റീവായിട്ടുള്ള ഒരു കഥാപാത്രത്തിലേക്ക് മാറ്റിയെടുക്കുവാൻ ഈ വ്യക്തിക്ക് ആവില്ല. പുറമേ ഒരുപക്ഷെ ദേഷ്യത്തോടു കൂടി അങ്ങനെയെല്ലാം പറഞ്ഞിട്ടുണ്ടാകാം, നിങ്ങളെ മാറ്റി നിർത്തിയിട്ടുണ്ടാകാം. പക്ഷെ ഇപ്പോൾ ഈ വ്യക്തിയെ കൊണ്ട് അതിനൊന്നും സാധിക്കില്ല എന്നുള്ളൊരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. എന്തു തന്നെ ആയാലും നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന, ആത്മാർത്ഥമായി പരിശ്രമിക്കുകയും ദുഷ്ടശക്തികളിൽ നിന്നും വിടുവിക്കുകയും നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഈ വ്യക്തിയെ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ ഓർത്തിരിക്കണം. നിങ്ങളെ മറക്കുവാനും ഈ വ്യക്തിക്കാവില്ല.
ഉറപ്പായിട്ടും ഈ വ്യക്തി ഈ പ്രണയബന്ധത്തിൽ നീതി കൊണ്ടുവരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വായന നിർത്തുകയാണ്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, കമന്റ്, ഹൈപ്പ് ചെയ്യുക. അതുപോലെ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.